ഓയ്, എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഈ മുഖങ്ങൾ? ഓർമ്മയുണ്ടോ? നിങ്ങളെ MBA ജോയിൻ ചെയ്ത സമയത്ത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ വന്നു. ഇന്ന് നിങ്ങളുടെ സെൻഡ് ഓഫ് അല്ലേ? ഗ്രാജുവേഷൻ ഡേ. അതായത് MBAക്ക് ജോയിൻ ചെയ്ത സമയത്ത് നമ്മളെ വീഡിയോയിൽ വന്നു. ഇന്ന് നമ്മൾ യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. വെരി വെരി ഹാപ്പി. പേരൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി കൊടുത്തോ. അരുൺ, ആൽബിൻ, ആശിഷ്, നമ്മളെ യോയോ ബ്രോ, അനന്തു. എങ്ങനെ ഉണ്ടായി 2 വർഷം MBA? നിങ്ങളിപ്പോ വന്നതും പോകുന്നതൊന്നും നമ്മളറിയില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് MBA പോയത്. നമ്മൾ ഇവിടുന്ന് ഇത് കറക്റ്റ് അത് അവിടെ നിന്നാണ് നമ്മളന്ന് വീഡിയോ എടുത്തത്. അന്ന് കുറച്ചുകൂടെ അടിപൊളി ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ 2 വർഷമായി ആ വീഡിയോ എടുത്തിട്ട് എന്ന് മനസ്സിലാകുന്നല്ലേ. നമ്മൾ ഇന്നലെ എടുത്ത പോലെ ഉണ്ട്. നമ്മൾ അടിച്ചു പൊളിച്ചെടുത്ത വീഡിയോ ആയിരുന്നത്. സമയം എടുക്കും വിചാരിച്ച് പെട്ടെന്ന് 2 കൊല്ലം ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഇവിടെ പോയത് അറിഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പസ് ലൈഫൊക്കെ? അടിപൊളിയായിരുന്നില്ലേ? ലൈഫാണ് അക്കാഡമിക്സ് ഒക്കെ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതില് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് നിങ്ങളെ ആ വീഡിയോയിൽ കണ്ട ആളുകൾ ഇന്ന് കാണുമ്പോഴും നിങ്ങളെ ഈ ക്യാമ്പസ് മോൾഡ് ചെയ്തതും നിങ്ങളുടെ ഒരു പേഴ്സണലി ഏതൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു എക്സിക്യൂട്ടീവായി, പ്രൊഫഷണലായി. അടിപൊളി. ജോലിയിലേക്ക് കിടക്കണമല്ലോ, അപ്പൊ അതിനു വേണ്ടി. അതെ അതെ. എന്തായാലും ഹാപ്പി ടു സീ യു ഓൾ. ഓക്കെ, അപ്പം ബൈ. നമ്മളങ്ങനെ 2 വർഷത്തിന് ശേഷം വീണ്ടും ആചാര്യയുടെ ഒരു വീഡിയോയുമായിട്ട് വന്നതാണ്. പിന്നെ വന്നപ്പം തന്നെ നമ്മളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ഗ്രാജുവേഷൻ ഡേയിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക്, ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രാവോ വീണ്ടും പരിചയപ്പെടുത്തുന്നത് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയം കോളേജിൽ, ബ്യൂട്ടിഫുൾ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ടാഗ് ലൈനിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷന് ശേഷം നമ്മൾ പഠിച്ച സ്ഥാപനത്തെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് മനസ്സിൽ കൊണ്ടുനടക്കാൻ കഴിയുക. അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള കിട്ടിയിട്ടുള്ള വാല്യൂസും അതുപോലെ നോളജൊക്കെ നമ്മളെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് നമുക്ക് സക്സസ് ഉണ്ടാക്കാനും കാരണമാകുക. അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസ് ആണെന്ന് പറയാൻ കഴിയുക. അത്തരത്തിൽ ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത്തരം കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുമ്പോൾ എനിക്കും എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ടയർഡാണ്. അപ്പോൾ നല്ലൊരു കോഫിയും അതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എൻ്റെ കഫേയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഫേയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് കംപ്ലീറ്റ് ക്യാമ്പസ് ടൂറ് നടത്താൻ. ഒപ്പം നമുക്ക് ഇന്ന് ഒരു പാരൻറ്റും സ്റ്റുഡൻറ്റും ഉണ്ട്, ഒരു അഡ്മിഷൻ എടുക്കാൻ കൂടെ വന്നതാണ്. സോ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂരിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രീമിയം കോളേജുകൾ ഒന്നാണ്. അക്കാഡമിക് വൈസും ക്യാമ്പസ് വൈസും അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു പാരൻസും അതുപോലെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട് കേട്ടോ. അടുത്ത വർഷത്തേക്കുള്ള എൻക്വയറി ആയിട്ടും അതുപോലെ അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ അമൽ അല്ലേ? അമൽ ദേവ്. അമലേ പറയൂ. നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാ? ചെർപ്പുളശ്ശേരി അല്ലേ? പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി എന്നാണ്. അമൽ ദേവ് കേട്ടോ. പറയാമല്ലേ, എങ്ങനെയാ നമ്മളിലേക്ക് എത്തിയത്? അങ്ങനെ BCA കോഴ്സിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിരിക്കുമ്പോഴാണ് മനോജ് സാറിൻ്റെ വീഡിയോ കണ്ടത്. ഞാൻ മനോജ് സാറായിട്ട് കോൺടാക്ട് ചെയ്തു. സാറ് കുറേ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു. സാറ് കോളേജെല്ലാം കാണിച്ചു തന്നു. കോളേജെല്ലാം അടിപൊളിയാണ്. അഡ്മിഷൻ ആയോ? അടുത്ത വർഷത്തേക്കുള്ള ബുക്കിംഗ് ആയോ? ബുക്കിംഗ് ആയി. കംപ്ലീറ്റ് ഓൺലൈൻ അല്ലേ ചെയ്തേ അല്ലേ? കുറേ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടായിരുന്നോ? കുറേ എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാ കോളേജിൻ്റെയും വീഡിയോ കണ്ടിട്ടുണ്ട്. ഉപകാരപ്രദമാണോ? അമ്മ എന്താ പറയാനുള്ളേ? ഞങ്ങള് സാറിന്റെ വീഡിയോ എല്ലാതും കാണലുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമായി സാറ്. അപ്പോൾ ഞങ്ങളിവിടെ മോനെ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സാറ് ആദ്യം അവസാനം വരെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു. ഞങ്ങൾക്ക് വളരെ
സന്തോഷമായി. കോളേജ് നല്ല ഇഷ്ടമായി. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എല്ലാത്തിനും. ഓക്കെ. ലൈബ്രറി ഒക്കെ അടിപൊളിയല്ലേ അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ? ലൈബ്രറിയും ക്യാമ്പസൊക്കെ നല്ല കോളേജാണ്. എനിക്ക് ഇങ്ങനെ ഒരു കോളേജ് കാണിച്ചു തന്നതും സാറാണ്. അതിന് വളരെ നന്ദി. താങ്ക് യു. അപ്പം നമുക്ക് പിരിയല്ലേ? ഇത് നേരെ നാട്ടിലേക്കല്ലേ അല്ലേ? അപ്പോൾ സന്തോഷമല്ലേ? അഡ്മിഷനൊക്കെ സെറ്റായി. ഇനിയിപ്പം +2 മാർക്സ് അതെ നല്ല പഠിച്ച് ഇനി ഫോക്കസില്ലേ അമ്മേ? അപ്പോൾ അഡ്മിഷനായി, +2 കഴിയുമ്പോഴത്തേക്ക് സീറ്റായി, അഡ്മിഷനായി ഒക്കെ ആയി. ഇനി +2 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അടിച്ചു പൊളിച്ച് എക്സാം എഴുതി മാർക്കൊക്കെ മേടിച്ച് വരട്ടല്ലേ? ഇനിയിപ്പോൾ ടെൻഷനില്ല. ഇനി എന്താ പഠിക്കണ്ടേ, എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഒക്കെ ആയല്ലോ. അതെ, ഇനി പഠിക്കട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം അമ്മേ. അച്ഛാ കേട്ടോ. ഓക്കെ, ബൈ. 2023 ബാച്ചുകാരുടെ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം നടക്കുകയാണ് ഇന്ന് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് അതിനുള്ള സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയേഴ്സൊക്കെ കൂടിയിട്ട് നടത്തുന്നുണ്ട്. ഫ്രഷേഴ്സ് 2K23 ഫ്രഷ് ഫിയസ്റ്റ. ഓക്കെ. ഇപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് ക്യാമ്പസ് വിസിറ്റും ക്യാമ്പസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു വീണ്ടും സമയമുണ്ടെങ്കിൽ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വരാം. $120 ഏക്കറിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. അത് തന്നെയാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനും അഡ്വാൻറ്റേജും. ഒപ്പം മികച്ച അക്കാഡമിക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്ലേസ്മെൻറ്റിലൊക്കെ അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആംബിയൻസ് ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി, അതായത് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഓസമായിരിക്കും, അടിപൊളിയായിരിക്കും. കാരണം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസിൽ പഠിക്കാൻ കഴിയുമെന്ന് പറയണേ. മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. അതായത് ഒരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് UGയിൽ BCA, BBA, BCom, BVA തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളും, അതുകൂടാതെ PG കഴിഞ്ഞവരാണെങ്കിൽ MBA, MCA, MSc പോലെയുള്ള PG കോഴ്സുകൾ, ഇനി എഞ്ചിനീയറിംഗ് നോക്കുന്നവരാണെങ്കിൽ BTech കോഴ്സുകൾ, ഇനി ആർക്കിടെക്ചർ മേഖലയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ BArch കോഴ്സുകളൊക്കെ ആചാര്യയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഹയർ സ്റ്റഡീസ് ബാംഗ്ലൂർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷനിൽ ഒന്നാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MBA 2021-23 ബാച്ചുകാരുടെ കോൺവക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MBAക്കാർ അവരുടെ ക്യാമ്പസ് ലൈഫ് അവസാനിച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. അവരൊക്കെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ലാസ്റ്റ് മൊമെൻറ്റ്സുകൾ മെമ്മറബിൾ ആക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജാണ് ഹൈലി പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ. അത് ലൈബ്രറി ആവട്ടെ അക്കാഡമിക്സിലാവട്ടെ. നമ്മൾ ലൈബ്രറി ബ്ലോക്കാണ് ഈ കാണുന്നത്. കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഫ്ലെക്സ് കാര്യങ്ങൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെയാണ്. ലൈബ്രറി ബ്ലോക്കിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ കൂടിയാണിത്. നമ്മളിപ്പം ഡിസംബറിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിത് എന്നാണ് അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല. കഴിഞ്ഞ മാസം നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒരു പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പം ലൈബ്രറി ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഹൈ ക്ലാസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ലൈബ്രറി ബ്ലോക്കാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും നോളജ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന ഏറ്റവും വലിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലൈബ്രറിയാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ലൈബ്രറി സെക്ടർ അല്ലെങ്കിൽ ഒരു ലൈബ്രറി ബ്ലോക്ക് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒരു വേൾഡ് ക്ലാസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ലൈബ്രറി ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അതുകൂടാതെ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടുകൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, സെപ്പറേറ്റ് ടർഫുകൾ, ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടുകൾ, വോളിബോൾ ഗ്രൗണ്ടുകൾ തുടങ്ങി ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്ടേഴ്സും
എല്ലാ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, എഡ്യൂക്കേഷണൽ, അക്കാഡമിക്സ് ഒക്കെ എല്ലാ മേഖലയിലും ഒരു പ്രീമിയം കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആചാര്യ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നമ്മൾ 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്തരം വിഷയങ്ങളും റിസോൾവ് ചെയ്തിട്ടുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇല്ല എന്നുള്ളതും അത്തരം നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ റിസോൾവ് ചെയ്ത് അത്തരം മേഖലകളിലൂടെ പോസിറ്റീവാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈലി സജസ്റ്റബിൾ ആണ് ഇന്ന് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. +2 ശേഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിക്ക് ശേഷമോ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന, ധൈര്യമായിട്ട് നിങ്ങളുടെ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കുറച്ച് ഔട്ടറിലാണ്, സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ടറിലാണ്. അത് മാത്രമാണ് ഇനിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. കാരണം സിറ്റിയിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. 120 ഏക്കർ ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ടറിലാണ്. എന്നാൽ സിറ്റിയുമായിട്ട് വളരെ ആക്സസ് ഉള്ള ഒരു കോളേജ് കൂടിയാണ്. പല സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഒപ്പം ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള, മുൻ വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്ത ആളുകളെടുത്തും കുട്ടികളെടുത്തും ഞാൻ ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക് ജെന്യൂനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നല്ലൊരു ഓപ്ഷനാണ്. +2 ശേഷമോ ഡിഗ്രിക്ക് ശേഷമോ ഏത് കോഴ്സാവട്ടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തൽക്കാലം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.